വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ശാരദാമ്മ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്താണ് കളക്ടർ മാഡത്തിന് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പോകാൻ കഴിയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് രാജ്യവും നാട്ടുകാരും ഒക്കെ മതിയല്ലോ, പക്ഷെ വല്ലപ്പോഴുമെങ്കിലും കുടുംബത്തെ പറ്റി ഒന്ന് ചിന്തിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, പണ്ട് മനസ്സിൽ അമ്മ തന്നെ നനച്ച് വളർത്തിയ മോഹമല്ലേ ഈ കളക്ടർ എന്നുള്ളത്. അതിൽ അന്ന് ആ മുഖങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഈ വിഷ്ണുവേട്ടൻ പോലും അന്ന് ആ ചിത്രത്തിലില്ല, പക്ഷേ അതിൻ്റെ കൂടെ എല്ലാം വളർന്നു വന്നത് തന്നെയാണ്. ഞാൻ ഇങ്ങനെ പോയില്ല, ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി പോയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ, ശാലിനിയുടെ പ്രായത്തിലും ശാരികയുടെ പ്രായത്തിലുമുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും. അച്ഛൻ എന്ന് പറയുമ്പോൾ, ഭർത്താവ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് 3 പെൺമക്കളെയും കൂട്ടി അമ്മയെ ഇറക്കിവിട്ട പെരുമഴയത്ത് ഞങ്ങൾ ഇറക്കിവിട്ട അച്ഛൻ്റെ മുഖമാണ് വരുന്നത്. പക്ഷേ ഞാൻ ഇവർക്ക് വേണ്ടി കൂടി പെരുമാറിയേ മതിയാകൂ എന്നൊക്കെ പറയുമ്പോൾ ആ ശാലിനിയുടെ സങ്കടത്തോടുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ ശാരദാമ്മ അങ്ങ് നിസ്സഹായമായിട്ട് നിൽക്കുകയാണ്. അന്നേരം മോളെ, ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ അമ്മ പേടിക്കണ്ട, വിഷ്ണുവേട്ടൻ എന്ന നിധിയെ ഞാൻ എന്തായാലും കൈവിട്ട് കളയാനായിട്ട് പോകുന്നില്ല. അതെൻ്റെ പ്രാണവായുവാണ്, ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇപ്പോൾ പെണ്ണ് കാണലല്ലേ നടന്നിട്ടുള്ളൂ, നിശ്ചയം പോലും നടക്കാനായിട്ട് പോകുന്നില്ല. അത് ശാലിനി അമ്മയ്ക്ക് തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയുടെ കൈ പിടിച്ചിങ്ങനെ വാക്ക് പോലെ കൊടുക്കുകയാണ്, വിഷ്ണുവിനെ കൈവിടില്ല എന്നുള്ളത്. അന്നേരം ശാരദാമ്മയ്ക്ക് ഒരു ചെറിയ ആശ്വാസമാവുന്നുണ്ട്. ശാലിനി അങ്ങ് അകത്തേക്ക് പോവുകയാണ്. ശാരദാമ്മ വീണ്ടും വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ റൂമിൽ കമലിൽ വന്ന് പറഞ്ഞതും ശാലിനിയെ തേടി പോകാൻ പറ്റാത്തതും ഒക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ പതുക്കെ സ്റ്റിക്ക് കുത്തി മുറിയിലേക്ക് നടന്നു വരുന്നുണ്ട്. അന്നേരം അച്ഛൻ എന്താ വയ്യാതെ ഒറ്റയ്ക്ക് എന്നിങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞ് വിഷ്ണു കട്ടിലേക്ക് പിടിച്ചിരുത്തുന്നുണ്ട്. അന്നേരം അച്ഛൻ എപ്പോഴും ഒറ്റയ്ക്കല്ലേ, നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു, താഴെ ഞാനും ഒറ്റയ്ക്ക്, കൂടെ ഫാമയുണ്ട്, പക്ഷേ അവൾ വേറെ ഏതോ ഒരു ലോകത്താണ്, ഞാനും ഒറ്റപ്പെട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ സന്തോഷം മക്കൾ തന്നെയാണ്, തനിക്ക് കിട്ടാത്തതൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. ഒരു കുഞ്ഞു കളിപ്പാട്ടമോ ഉടുപ്പോ എന്തായാലും അത് തങ്ങൾക്ക് കിട്ടാത്തത് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് അച്ഛനമ്മമാർ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. ഒരു 15 വയസ്സൊക്കെ ഉള്ളപ്പോൾ അന്ന് ഞാനാണെങ്കിൽ ഒരു സൈക്കിള് ചവിട്ടാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതും വാടകയ്ക്കാണ്, 1-2 രൂപയൊക്കെ അന്ന് വാടകയായിട്ടുള്ളൂ, പക്ഷെ അതുപോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മക്കളുടെയിലൂടെയാണ് നമ്മൾ നേടുന്നതും. അവസാന ആഗ്രഹങ്ങളുമൊക്കെ ചിതയോടൊപ്പം, നേടിയെടുക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ ചിതയോടൊപ്പം എരിഞ്ഞടങ്ങും എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ എന്തിനാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ രാഘവൻ നായരോട് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഭാമ പറയുന്നതിലും തെറ്റൊന്നും പറയാൻ പറ്റില്ല, അവൾക്ക് കിട്ടാത്ത അതേ സന്തോഷങ്ങളെല്ലാം നിനക്ക് നേടിത്തരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് അവളുടെ സ്വാർത്ഥത എന്നൊക്കെ ബാക്കിയുള്ളവർ പറയും, പക്ഷേ അതിൽ തെറ്റൊന്നും പറയാനായിട്ട് പറ്റില്ല. ഈ പെണ്ണുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. പുരാണങ്ങളിലൊക്കെ വളരെ സത്യസന്ധയും നല്ലതുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്, പക്ഷേ ഇപ്പോൾ എന്നെ കൊണ്ട് അത് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. ഈ കമലൻ പറഞ്ഞതും കൂടി, ഇപ്പോൾ കമലൻ വന്ന് പറഞ്ഞതും കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ ചോദിക്കുകയാണ്, നിൻ്റെ പെണ്ണ് ശാലിനി ഈ നാട്ടിലുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൾ നിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോടാ മക്കളെ, നിനക്കതിൽ ഉറപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വിഷ്ണുവിനോട്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുന്നുണ്ട്. രാഘവൻ നായരെ തന്നെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ വിഷ്ണുവിന് സങ്കടമൊക്കെ വരുന്നുണ്ട്, അങ്ങ് വിങ്ങി പൊട്ടുകയാണ്, കരച്ചിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ വിഷ്ണു അങ്ങ് പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ, നിൻ്റെ അച്ഛൻ കൊണ്ടുവരുമടാ അവളെ, എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവന്ന് തരും നിനക്ക് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ രാഘവൻ നായരുടെ കയ്യിലങ്ങ് മുറുകെ പിടിക്കുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് കരയുന്നുണ്ട്, അച്ഛൻ്റെ മുമ്പിൽ ഇരുന്നങ്ങ് കരയുകയാണ്. തുടർന്ന് രാഘവൻ നായരുടെ ആ മക്കളെ എന്നൊക്കെ വിളിക്കുമ്പോഴും വിഷ്ണു അങ്ങ് പറഞ്ഞു തുടങ്ങുകയാണ്, എനിക്ക് അവളെ മറക്കാനായിട്ട് സാധിക്കില്ല, ശാലിനി എവിടെയുണ്ട്, അവൾ സന്തോഷമായി ഇരിക്കുകയാണോ എന്നൊന്നും അറിയില്ല, ഇനിയിപ്പോൾ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും അച്ഛൻ പറഞ്ഞതുപോലെ എന്നോടൊപ്പം അതങ്ങ് എരിഞ്ഞടങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല മക്കളെ എന്നും പറഞ്ഞ് രാഘവൻ നായർ വിഷ്ണുവിനെ പിടിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു അങ്ങ് തിരിഞ്ഞിരുന്ന് രാഘവൻ നായർക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരുന്നങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരം അത് കാണുമ്പോൾ രാഘവൻ നായർക്കും കരച്ചിലടക്കാനായിട്ട് സാധിക്കുന്നില്ല. രാഘവൻ നായരും അങ്ങ് കരയുകയാണ്. രണ്ടുപേരും അങ്ങ് എതിർ ദിശയിലേക്ക് നോക്കി ഇരുന്നങ്ങ് കരയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിനെ വിളിച്ചിട്ടും വിഷ്ണു തിരിയുന്നില്ല. ആ ഒരു അച്ഛൻ്റെ മുഖത്ത് നോക്കാനും കഴിയുന്നില്ല. അവർ സങ്കടപ്പെട്ട് വിഷ്ണു അങ്ങ് പൊട്ടി കരയുകയാണ്. തുടർന്ന്
രാഘവൻ നായർ ഇങ്ങനെ പതുക്കെ എഴുന്നേൽക്കുകയാണ്. സ്റ്റിക്ക് കുത്തി എഴുന്നേൽക്കുമ്പോൾ വിഷ്ണു പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചിട്ട് അച്ഛാന്നും പറഞ്ഞു പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മറക്കാൻ കഴിയില്ല അച്ഛ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അച്ഛന് കിട്ടാത്ത സന്തോഷം തന്നെയാണ് മോനും ഉള്ളത്. കുഞ്ഞുടുപ്പോ സൈക്കിളോ ഒന്നുമല്ല നിനക്ക് കിട്ടേണ്ടത്, അച്ഛന് കിട്ടാത്ത അതേ സന്തോഷം. പക്ഷേ അത് ഈ അച്ഛൻ നിനക്ക് നേടിത്തരും, എവിടെ ഉണ്ടെങ്കിലും ഞാൻ നേടിത്തരും, അത് ഈ അച്ഛൻ്റെ വാക്കാണ്, ഉറപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ രാഘവൻ നായരുടെ കാൽക്കലേക്ക് അങ്ങ് വീഴുകയാണ്. തുടർന്ന് രാഘവൻ നായർ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും അങ്ങ് കരയുകയാണ്, പരസ്പരം അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. വിഷ്ണുവിനാണെങ്കിൽ സങ്കടം അടക്കാനേ കഴിയുന്നില്ല. അതേ അവസ്ഥയിൽ തന്നെയാണ് രാഘവൻ നായരും. ഇതേസമയം ശ്യാമയാണെങ്കിൽ മുറ്റത്ത് നിന്ന് ശാരദാമ്മയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം അമ്മയെ കുഞ്ഞേച്ചി എവിടെയും ചോദിക്കുമ്പോൾ അവൾ കളക്ട്രേറ്റിലുണ്ടല്ലോ മോളെ എന്ന് പറയുകയാണ്. അന്നേരം അമ്മ എന്താ എന്നെ പരിഹസിക്കുകയാണോ, ഇവിടെ ഒരു ചടങ്ങ് നടന്നല്ലോ അതിനെക്കുറിച്ച് പറയണ്ടേ, ഞാൻ എത്ര തവണ ഫോൺ വിളിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് വലിയൊരു മീറ്റിംഗ് വന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നതും സംസാരിക്കാൻ പറ്റാതിരുന്നതും എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്തൊക്കെയായി പറയുന്നത്, കുഞ്ഞേച്ചിയുടെ ജീവിതത്തിൻ്റെ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായരാണെങ്കിൽ ഇങ്ങനെ പതിയെ നടന്ന് ആ ഉമ്മറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ശ്യാമയാണെങ്കിൽ രാഘവൻ നായരെ കാണുന്നില്ല. തുടർന്ന് ശ്യാമ അങ്ങ് സംസാരിക്കുകയാണ്, കുഞ്ഞേച്ചി ഇവിടെ പെണ്ണ് കാണലും ഒക്കെ നടന്നു വിഷ്ണുവേട്ടനെ, ഇനി വിഷ്ണുവേട്ടനെ വിട്ട് കളയാനായിട്ട് കുഞ്ഞേച്ചി തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് രാഘവൻ നായർ ഇത് കേട്ടുകൊണ്ടാണ് അവിടേക്ക് വരുന്നത്. കുഞ്ഞേച്ചി നിസ്സാര കാര്യമല്ലല്ലോ, ഇപ്പോൾ ഇവിടത്തെ ഈ ജില്ലയിലെ കളക്ടറല്ലേ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ അന്തം വിടുകയാണ്. രാഘവൻ നായർ അത് കേൾക്കുന്നുണ്ട്. എന്നാൽ വിഷ്ണുവേട്ടൻ്റെ പെണ്ണാണ്, വിഷ്ണുവേട്ടൻ കെട്ടിയ താലി കഴുത്തിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈ വീട്ടിലേക്ക് കയറി പിന്നെ തല ഉയർത്തി പിടിച്ച് കയറി വരാം, പിന്നെ എന്താ വരാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ഉത്തരവില്ല. പക്ഷേ ശ്യാമയാണെങ്കിൽ അങ്ങ് പറഞ്ഞു തുടങ്ങിയാണ്, കളക്ടറേറ്റും ബംഗ്ലാവും ഒക്കെ വേണ്ടാന്ന് വെച്ച് നിങ്ങളിപ്പോഴും നമ്മുടെ കുടുംബശ്രീ വീട്ടിലല്ലേ താമസിക്കുന്നത്, അവിടെ നിന്ന് ഇവിടേക്ക് വരാനായിട്ട് അത്ര ദൂരമൊന്നും ഇല്ലല്ലോ പിന്നെന്താ എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ പെട്ടെന്ന് തിരിയുമ്പോൾ രാഘവൻ നായരെ കാണുകയാണ്. രാഘവൻ നായരാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്, കയ്യിലിരിക്കുന്ന സ്റ്റിക്കൊക്കെ ഒന്ന് വിറയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഷോക്കിൽ ഇങ്ങനെ രാഘവൻ നായർ നിൽക്കുകയാണ്. അന്നേരം ശ്യാമയും അങ്ങ് വല്ലാതാകുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ ഇത് കേട്ടതായിട്ട് ഭാവിക്കുന്നില്ല. ശ്യാമ പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ്. ശാരദാമ്മ ഹലോ ഹലോ എന്ന് വയ്ക്കുന്നുണ്ട്. അന്നേരം മോളെന്താ ഫോൺ കട്ട് ചെയ്തത്, സംസാരിക്കാമായിരുന്നില്ലേ എന്ന് ഒരു ഭാവഭേദവും ഇല്ലാതെ രാഘവൻ നായർ അങ്ങ് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്യാമയങ്ങ് പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട്, അഭയാനന്ദ ആശ്രമത്തിൽ നിന്നും അമ്മയാണ് വിളിച്ചത്, അന്ന് കഴിഞ്ഞ തവണ പപ്പിമോളുടെ ബർത്ത്ഡേക്ക് നമ്മളവിടെ സംഭാവനയൊക്കെ കൊടുത്തില്ലേ, അതിനാണ് വിളിച്ചത് എന്നിങ്ങനെ തപ്പിത്തപ്പിയാണ് പറയുന്നത്. അന്നേരം ഞാൻ അന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തലയൊക്കെ കുലുക്കി കാണിച്ചിട്ട് രാഘവൻ നായർ അകത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ശ്യാമയ്ക്ക് അത് കേട്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ശ്യാമ ഫോണും കട്ട് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് ഹാളിലേക്ക് കയറുന്ന രാഘവൻ നായരാണെങ്കിൽ ആകെ അങ്ങ് വെപ്രാളവും പരിവേഷവും ഒക്കെയാണ്. എങ്ങനെയൊക്കെ സെറ്റിയിലേക്ക് ഇരിക്കുന്നുണ്ട്, സ്റ്റിക്കൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞിട്ട്. അതിനുശേഷം ശ്യാമ പറഞ്ഞ് കേട്ട കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്തോ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച പോലെ രാഘവൻ നായർ ഇരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ ഗോപാലകൃഷ്ണനോട് സംസാരിക്കുന്നുണ്ട്. ശ്യാമ പറഞ്ഞ് രാഘവേട്ടൻ എന്തോ സംശയം തോന്നിയെന്നാണ് ശാലിനി ഇവിടെ ഉണ്ട് എന്നുള്ളതെന്ന്. അന്നേരം അത് സംശയമല്ലല്ലോ, യാഥാർത്ഥ്യമല്ലേ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ഒരുപാട് വിമർശിക്കുകയാണ് ശാരദാമ്മയെ. ഇത്രയും ഒരു ജില്ലാ കളക്ടർ എന്നുള്ളത് എത്ര കാലം നിങ്ങൾക്ക് മറച്ചു വയ്ക്കാനായിട്ട് സാധിക്കും, ഈ ഒളിച്ചും പാത്തുമുള്ള കളിയിൽ കുറച്ച് കൂടിപ്പോയി. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എനിക്ക് കൂടുതൽ കൈകടത്താനായിട്ട് സ്വാതന്ത്ര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അച്ഛൻ എവിടെയായിരുന്നു എന്ന് ശാലിനി തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉത്തരമില്ലല്ലോ. പക്ഷേ ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതല്പം അതിരുവിട്ട കളിയായിപ്പോയി. ഇങ്ങനെ ഒളിച്ചും പാത്തും നിങ്ങളിവിടെ കഴിയുമ്പോൾ ഒരു കാലത്ത് ആരെങ്കിലും വന്ന് എന്നോട് ചോദിക്കില്ലേ, ആണൊരുത്തനായിട്ട് നിങ്ങളും കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഒന്ന് പതുക്കെ പറ, അവൾ കേൾക്കും അകത്തുണ്ട് എന്നൊക്കെ പറയുകയാണ്. അന്നേരം അവൾ കേൾക്കട്ടെ, കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒളിച്ചും മറച്ചുമുള്ള കളി അവസാനിപ്പിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനായിട്ട് തന്നെ വിഷ്ണുവിനോട് എല്ലാം തുറന്നു പറയും, അല്ലാതെ വേറെ രക്ഷയില്ല, എല്ലാവരും അറിയേണ്ടതല്ലേ എന്നൊക്കെ പറയുകയാണ്. അന്നേരമാണ് മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അന്നേരം പുറത്ത് ആരോ വന്നിട്ടുണ്ട്, ഒന്ന് പോയി നോക്ക് എന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയാണ്. അന്നേരം വയ്യാത്ത ഞാൻ തന്നെ പോയി നോക്കണമെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. അന്നേരം നടക്കണം എന്നല്ലേ വൈദ്യുതി പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം ഇതിനേക്കാൾ ഭേദം കിടക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ട് പയ്യെ ഗോപാലകൃഷ്ണൻ മുറ്റത്തേക്ക് വരുന്നുണ്ട്. മുറ്റത്ത് കാറിൽ വരുന്നത് രാഘവൻ നായർ തന്നെയാണ്. രാഘവൻ നായർ പതിയെ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ടാക്സി വിളിച്ചാണ് രാഘവൻ നായർ വരുന്നത്. തുടർന്ന് കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം ദേഷ്യത്തോടെ കൈയുടെ മുട്ടുകൊണ്ട് ആ ഡോറൊക്കെ അങ്ങ് അടയ്ക്കുകയാണ്. എന്നിട്ട് കാറങ്ങ് തിരിച്ചു പോകുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ പതിയെ കുടുംബശ്രീ വീടും ഹോട്ടലും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഹോട്ടൽ അടച്ചിട്ടിരിക്കുന്നുണ്ട്, പക്ഷേ വീടിൻ്റെ വാതിൽ തുറന്ന് കിടക്കുകയാണ്. തുടർന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോൾ അവിടെ ശാലിനിയുടെ ഒഫീഷ്യൽ വണ്ടി അവിടെ കിടക്കുന്നത് കാണുകയാണ്. തുടർന്ന് രാഘവൻ നായർ അങ്ങ് അതിയായ സന്തോഷത്തോടു കൂടി, ദേഷ്യമൊക്കെ മാറുന്നുണ്ട്, സന്തോഷത്തോടു കൂടി ആ
വണ്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ജില്ലാ കളക്ടർ, എൻ്റെ മോള് കളക്ടറായി എന്നൊക്കെ പറഞ്ഞാൽ വണ്ടിയിൽ ഇങ്ങനെ തലോടുകയൊക്കെ ചെയ്യുകയാണ്. അതേസമയം ഈ ഗോപാലകൃഷ്ണനാണെങ്കിലും മുറ്റത്തേക്കെല്ലാം ഉമ്മറത്തേക്ക് വരുന്നുണ്ട്. അന്നേരം മുറ്റത്ത് അവിടെ വഴിയിൽ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. തുടർന്ന് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് വണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന രാഘവൻ നായരെ കാണുന്നത്. അന്നേരം ആ ഒരു തിരിഞ്ഞു നിൽക്കുന്ന കമ്പും കുത്തി വയ്യാത്ത കാലും ഒക്കെ കാണുമ്പോൾ രാഘവൻ നായരാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആരാ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ രാഘവൻ നായർ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേ ഗോപാലകൃഷ്ണ, രാഘവൻ നായർ തന്നെ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരാണെങ്കിൽ പതിയെ വാക്കിംഗ് സ്റ്റിക്ക് കുത്തിയിട്ട് ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി അകത്തേക്ക് കയറുകയാണ്. അന്നേരം രാഘവൻ നായർ വീഴാനൊക്കെ പോകുന്നുണ്ട്. അങ്ങ് മുകളിലേക്ക് കയറുമ്പോൾ ഒന്ന് വീഴാൻ പോകുമ്പോൾ ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് അങ്ങ് പിടിക്കുകയാണ്. അതിനുശേഷം വേണ്ട, എന്നെ പിടിച്ചിട്ട് താനും കൂടി വീഴണ്ട എന്ന് പറഞ്ഞിട്ട് ആ തിണ്ണയിൽ തന്നെ അങ്ങ് രാഘവൻ നായർ ഇരിക്കുകയാണ്. അന്നേരം അകത്തേക്ക് ഇരിക്കാമായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ, സ്വന്തം തടി സ്വന്തമായി അവനവൻ തന്നെ നോക്കണ്ടേ എന്ന് പറയുകയാണ്. ഗോപാലകൃഷ്ണനാണെങ്കിൽ ആകെ അങ്ങ് പരിഭ്രമത്തിലാണ്, അകത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. തുടർന്ന് 6 വർഷം മുൻപ് നമ്മൾ കാണുമ്പോൾ ഞാൻ വീൽ ചെയറിലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ താൻ വടി കുത്തി നടക്കാൻ തുടങ്ങി എന്നിങ്ങനെ പറയുകയാണ്. ഗോപാലകൃഷ്ണൻ ഉത്തരവൊന്നും പറയുന്നില്ല, പക്ഷേ അകത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ രാഘവൻ നായരെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. ഇനി ശാരദാമ്മയും പുറത്തേക്ക് ഇറങ്ങി വരും. തുടർന്ന് രാഘവൻ നായർ അകത്തേക്ക് കയറും, ശാലിനിയൊക്കെ കാണും. അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.